നമസ്കാരം. കഷ്ടി 6 സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി തയ്യാറാക്കിയെടുക്കാം. ഇതാണ് ഞാൻ കൃഷി ചെയ്യുന്ന വിശാലമായ എൻ്റെ കൃഷിത്തോട്ടം. കഷ്ടി 2 അടി വീതിയും കഷ്ടി 4 അടി നീളവും, ഏകദേശം ഒരു 6-7 സ്ക്വയർ ഫീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മഞ്ഞൾ പറിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തക്കാളി നട്ടിരിക്കുകയാണ്. ജൂൺ ജൂലൈ ആവുമ്പോഴേക്കും ഈ തക്കാളിയെല്ലാം പറിച്ചു മാറ്റി വീണ്ടും അവിടെ മഞ്ഞൾ നടും. കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈയിൽ നട്ട മഞ്ഞളാണ് ഈ കാണുന്നത്. 3-4 മാസം കഴിയുമ്പോൾ ഇതുപോലെ തഴച്ചു വളർന്നു നിൽക്കും. പിന്നെയും 1-2 മാസം കഴിയുമ്പോഴേക്കും ഇതാണ് അവസ്ഥ. അതും കഴിഞ്ഞ് ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും അതിൻ്റെ ഇലകളെല്ലാം ഉണങ്ങി മൊത്തത്തിലൊരു വാട്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ തയ്യാറായി എന്നാണ് അർത്ഥം. ഫെബ്രുവരി ആകുമ്പോഴേക്കും നമുക്ക് പറിച്ചെടുക്കാം. ഈ സ്ഥലത്ത് നിന്നും എനിക്ക് കിട്ടിയ മഞ്ഞൾ, അതായത് പച്ചമഞ്ഞൾ, 5-5.5 കിലോ പച്ചമഞ്ഞളാണ് കിട്ടിയത്. ചില സമയങ്ങളിൽ കൂടാം, ചില സമയങ്ങളിൽ കുറഞ്ഞെന്ന് വരാം. എന്നാലും എങ്ങനെയായാലും 5 കിലോ കിട്ടാതിരിക്കില്ല. ഒരു വളവും ചെയ്തിട്ടില്ല. മണ്ണ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഉണങ്ങിയ ചാണകം മണ്ണിനോട് ചേർത്ത് മിക്സ് ചെയ്ത് കുതിർത്ത് തയ്യാറാക്കിയെന്ന് മാത്രം. പിന്നീട് ഒരു വളവും ചെയ്തിട്ടില്ല. മഴക്കാലം ആയതിനാൽ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഉണക്ക് വരുമ്പോൾ വേണമെങ്കിൽ വെള്ളമൊഴിക്കാം. നോക്കൂ, 5-5.5 കിലോ പച്ചമഞ്ഞൾ കിട്ടി. അതിനെ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അതിനു മുമ്പ് തന്നെ പല പ്രാവശ്യം കഴുകിയിരിക്കണം. പരമാവധി മണ്ണ് പോയി കിട്ടണം. സ്ലൈസ് ചെയ്തതിന് ശേഷം 1-2 പ്രാവശ്യം വീണ്ടും കഴുകുന്നത് നന്നായിരിക്കും. അല്പം പോലും മണ്ണിൻ്റെ അംശം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് പേപ്പറിലോ എന്തിലെങ്കിലും നിരത്തി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഏകദേശം ഒരു 4-5 ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ ക്വാണ്ടിറ്റി നേരെ പകുതി ആയിട്ടുണ്ടാവും. വീണ്ടും വെയിലത്ത് വെച്ച് കഷ്ടി ഒരു 10 ദിവസം ആകുമ്പോഴേക്കും നന്നായി ഉണങ്ങി പൊടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള മഞ്ഞൾ കിട്ടും. ഏതെങ്കിലും മില്ലിൽ കൊടുത്ത് 30-40 രൂപ കൊടുത്ത് പൊടിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള പ്യുവർ നാച്ചുറൽ ഓർഗാനിക് മഞ്ഞൾപ്പൊടി ഈസിലി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നോക്കൂ, ഏകദേശം 800 ചില്ലാൻ ഗ്രാം മഞ്ഞൾപ്പൊടി. സാധാരണ നമ്മൾ വാങ്ങുന്ന മഞ്ഞ കളറുള്ള പൊടിയാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് പ്യുവർ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ രൂക്ഷ ഗന്ധവുമാണ്. മാത്രവുമല്ല ഒരു റെഡിഷ് യെല്ലോ കളർ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ 4/1 മാത്രം ഉപയോഗിക്കേണ്ടി വരുള്ളൂ. കാരണം അത്രയ്ക്ക് സ്ട്രെങ്ത് ആണ് ഈ മഞ്ഞൾപ്പൊടിക്ക്, അത്രയ്ക്ക് ഗന്ധവും. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത പ്യുവർ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഡബ്ബയിലാക്കിയിട്ട് റെഫ്രിജറേറ്ററിൽ തന്നെ സൂക്ഷിച്ച് ഒരു വർഷം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒന്നാന്തരം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ മായമില്ലാത്ത നല്ല ഒന്നാന്തരം മഞ്ഞൾപ്പൊടി കിട്ടാൻ എന്താണ് വേണ്ടത്? മഞ്ഞളിൻ്റെ വിത്തല്ല, ചാണകപ്പൊടിയല്ല, ഭൂമിയല്ല. ഇത് ചെയ്യാനുള്ള മനസ്സും താല്പര്യവും മാത്രമാണ് ആവശ്യം. താങ്ക് യു ഫോർ വാച്ചിങ്.